തൃശൂർ നഗരത്തിൽ 2 ക്ഷേത്രങ്ങളിൽ ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു. പോസ്റ്റ് ഓഫീസ് റോഡിലെ മാരിയമ്മൻ കോവിലിലും DIG ഓഫീസിന് തൊട്ടപ്പുറത്തെ ഇരട്ടിച്ചിറ ശിവക്ഷേത്രത്തിലെ ഭണ്ഡാരവുമാണ് കുത്തി തുറന്നത്. തൃശൂരിലാണ് 2 ക്ഷേത്രങ്ങളിൽ ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നത്. പോസ്റ്റ് ഓഫീസ് റോഡിലെ മാരിയമ്മൻ കോവിലിലും അതുപോലെ തന്നെ DIG ഓഫീസിന് തൊട്ടപ്പുറത്തെ ഇരട്ടിച്ചിറ ശിവക്ഷേത്രത്തിലുമാണ് ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നിരിക്കുന്നത്. ക്ഷേത്രത്തിൽ പണം കവരുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. തൃശ്ശൂരിലാണ് 2 ക്ഷേത്രങ്ങളിൽ ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നിരിക്കുന്നത്. പോസ്റ്റ് ഓഫീസ് റോഡിലുള്ള മാരിയമ്മൻ കോവിലും അതുപോലെ തന്നെ DIG ഓഫീസിന് തൊട്ടപ്പുറത്തെ ഇരട്ടച്ചിറ ശിവക്ഷേത്രത്തിലെ ഭണ്ഡാരവുമാണ് കുത്തി തുറന്ന് കവർന്നത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്? ഈ ഒരു 2 ക്ഷേത്രങ്ങളിലാണ് സമാനമായ രീതിയിൽ പണം കവർന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ രാത്രിയാണ് ഈ മോഷണം നടന്നത്. അത് CCTV ദൃശ്യങ്ങളിൽ സമയം വ്യക്തമാണ്. ഒരാളാണ് മോഷണത്തിന് പിന്നിൽ. രാത്രി 11 മണിയോടെയാണ് ആദ്യം പോസ്റ്റ് ഓഫീസ് റോഡിലെ മാരിയമ്മൻ കോവിലിൽ ഇയാൾ മോഷണത്തിനായി കയറുന്നത്. ചുറ്റുകയും അതുപോലെ തന്നെ വെട്ടുകത്തി ഉപയോഗിച്ചാണ് ഈ ഭണ്ഡാരം തകർത്തത്. അവിടെ നിന്നും 5000 രൂപയോളം ഈ മോഷ്ടാവ് കവർന്നിട്ടുണ്ട്. പിന്നീട് തൊട്ടടുത്ത് DIG ഓഫീസിന് തൊട്ടപ്പുറത്തെ ഇരട്ടച്ചിറ ക്ഷേത്രത്തിലാണ് പിന്നീട് ഭണ്ഡാരം തകർത്തത്. അവിടെ ഭണ്ഡാരം തകർത്തെങ്കിലും പക്ഷേ പണമൊന്നും ലഭിച്ചില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ഷേത്ര ഭാരവാഹികൾ ഭണ്ഡാരത്തിലെ പൈസ എണ്ണി തിട്ടപ്പെടുത്തി എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യമായി അവിടെ നിന്ന് ഒന്നും ലഭിച്ചില്ല. പണം നഷ്ടപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാരിയമ്മൻ കോവിൽ. ഈ രണ്ടും 1 കിലോമീറ്ററിനുള്ളിലുള്ള ക്ഷേത്രങ്ങളാണ്. ആദ്യ ക്ഷേത്രം, അതായത് മാരിയമ്മൻ കോവിൽ, തൃശൂർ നഗരത്തിലെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ക്ഷേത്രമാണ്. മാരിയമ്മൻ കോവിലാണെങ്കിൽ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ, തൊട്ടപ്പുറത്ത് ഇരട്ടച്ചിറയാണെങ്കിൽ DIG ഓഫീസിന് തൊട്ടപ്പുറത്ത്. അതായത് തൃശൂർ നഗരത്തിലെ തൊട്ടടുത്തടുത്ത 2 ക്ഷേത്രങ്ങളിലാണ് ഈ മോഷണം നടക്കുന്നത്. 11 മണിയോടെ മാരിയമ്മൻ കോവിൽ മോഷണത്തിന് കയറി അവിടെ നിന്നും പണം കവർന്നു. പിന്നീട് 12 മണിയോടെയാണ് ഈ ഇരട്ടച്ചിറ ക്ഷേത്രത്തിലേക്ക് മോഷ്ടാവ് എത്തുന്നത്. തുണി കൊണ്ട് മുഖം മൂടിയാണ് ഇയാൾ മോഷണം നടത്തുന്നത്. എന്തായാലും മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതര സംസ്ഥാനക്കാരനാണ് മോഷണത്തിന് പിന്നിൽ എന്നാണ് പോലീസിന്റെ നിഗമനം. ഒരു ക്ഷേത്രത്തിൽ ആദ്യം കയറിയ ക്ഷേത്രത്തിൽ നിന്ന് ഒരു തിരിച്ചറിയൽ കാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇത് ജാർഖണ്ഡ് സ്വദേശിയുടെ ഒരു തിരിച്ചറിയൽ കാർഡാണ് ലഭിച്ചത്. അത് മോഷ്ടാവിന്റേതാണെന്നുള്ള ഒരു സംശയമുണ്ടെങ്കിലും പക്ഷെ അതിൽ വ്യക്തത കൂടുതൽ വരുത്തേണ്ടതുണ്ട്. എന്തായാലും പോലീസ് ഈ മാരിയമ്മൻ കോവിലിലെ മോഷണം കഴിഞ്ഞ് ഇരട്ടച്ചിറ ക്ഷേത്രത്തിലെ മോഷണം കഴിഞ്ഞ് മോഷ്ടാവ് ഏത് ഭാഗത്തേക്കാണ് പോയതെന്നുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത്. നഗരത്തിൽ മുഴുവൻ CCTV ദൃശ്യങ്ങളുള്ള പ്രദേശത്താണ് ഈ മോഷണമൊക്കെ നടന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് ഇയാൾ ഏത് ഭാഗത്തേക്കാണ് മോഷണം നടത്തിയതിനു ശേഷം പോയതെന്ന് എളുപ്പത്തിൽ കണ്ടെത്താനാകും. അതനുസരിച്ച് പോലീസ് ആ പ്രദേശത്തുള്ള ശക്തൻ സ്റ്റാൻഡ് പരിസരത്തുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചു വരികയാണ്. ഇയാൾ മോഷണശേഷം എവിടേക്കാണ് പോയത്, ഏതെങ്കിലും വാഹനത്തിൽ കയറി പോയോ അതോ നടന്നാണോ പോയതെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരുന്നത്. എന്തായാലും പോലീസിന്റെ മൂക്കിന് തുമ്പത്താണ് ഈ മോഷണം നടന്നത് എന്നുള്ളതാണ് പ്രത്യേകത. നഷ്ടപ്പെട്ട പണത്തിന്റെ കണക്കല്ല, മറിച്ച് പോലീസിന്റെ പോലീസ് ആസ്ഥാനത്തിന്റെ മൂക്കിന് തുമ്പത്താണ്. ഇതിനിടയിലാണ് ഈ 2 ക്ഷേത്രങ്ങളിൽ ഇടയിലാണ് ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ വരുന്നത്, കമ്മീഷണർ ഓഫീസ് വരുന്നത്, DIG ഓഫീസ് വരുന്നത്. പോലീസിന്റെ മൂക്കിന് തുമ്പത്ത് നടന്ന മോഷണം എന്ന് വേണം പറയാം. അതുകൊണ്ട് തന്നെ പോലീസിന് ഒരു അഭിമാന പ്രശ്നമാണ്. എന്തായാലും മോഷ്ടാവിനെ എത്രയും പെട്ടെന്ന് പിടികൂടാനാണ് പോലീസ് ഉന്നം വെക്കുന്നത്. അതിനനുസരിച്ചുള്ള പരിശോധനകളാണ് CCTV ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് നടത്തി വരുന്നത്.
തീർച്ചയായും DIG ഓഫീസിന് തൊട്ടപ്പുറത്തുള്ള ക്ഷേത്രത്തിലടക്കമാണ് ഇത്തരത്തിൽ മോഷണം നടന്നിരിക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം. തൃശ്ശൂർ നഗരത്തിലാണ് 2 ക്ഷേത്രങ്ങളിൽ ഭണ്ഡാരം കുത്തി തുറന്ന പണം കവർന്നിരിക്കുന്നത്. പോസ്റ്റ് ഓഫീസ് റോഡിലുള്ള മാരിയമ്മൻ കോവിലും അതുപോലെ തന്നെ DIG ഓഫീസിന് തൊട്ടപ്പുറത്തെ ഇരട്ടച്ചിറ ശിവക്ഷേത്രത്തിലുമാണ് ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നിരിക്കുന്നത്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.